Hello friends, welcome back to Don't Learn English Limits. I am Vijay Kumar. A few days ago, I uploaded a video exploring the pronunciation of the English alphabet. You know, there are 44 sounds in English. Out of them, 24 are consonants and the remaining 20 are vowels. So, today we are going to focus on the vowels. There are 12 pivot vowels and 8 diphthongs. We are following RP, Received Pronunciation, as our model. ഇപ്പോൾ നമ്മളെ മോഡലായിട്ട് നമ്മൾ എടുക്കുന്നത് റിസീവ്ഡ് ആർ പി ആണ്, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ലോകത്തെല്ലാം എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഇത് ബ്രിട്ടനിലെ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ആണ്. ഇത് ക്യൂൻസ് ഇംഗ്ലീഷ് എന്ന് അറിയപ്പെടുന്നുണ്ട്, BBC ഇംഗ്ലീഷ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഇംഗ്ലീഷാണ് ലോകത്തുടനീളവും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത് ഈ രീതിയാണ്. അപ്പോൾ ഇത് എന്തിനു പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സിമ്പിൾസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ, ഫിനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എന്താ ഡിക്ഷണറികളിൽ മുമ്പ് കൊടുത്തിട്ടുള്ള ഫിനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ അത് മനസ്സിലാക്കും. ആ ഒരു വാക്കിൻ്റെയും പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഷ, സ്പീച്ച് കുറെ കൂടെ ഇന്റലിജിബിൾ ആകുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്റർവ്യൂസിനും ഒക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നത് അതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 20 vowels, vowel sounds. Out of them, 12 pure vowels, pure vowel sounds. Otherwise, monophthongs, THONGS, monophthongs. The remaining 8 are diphthongs. Diphthongs. Diphthongs are vowel glides. ഒരു വവലിൽ നിന്ന് അടുത്ത വവലിലേക്ക് ഇങ്ങനെ പോകുന്ന ആ, ഏ ഇതുപോലുള്ള ശബ്ദങ്ങളാണ്. ഏ, ആവ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത്രയും പ്യുവർ വവൽസ് ആണ്. മനസ്സിലായല്ലോ, പ്യുവർ വവൽസ്. നമുക്ക് ഈ വവൽസ് വെച്ചിരിക്കുന്ന സമയത്ത് നോക്കൂ, നമ്മുടെ വായയിൽ യുവർ മൗത്ത് വിൽ സ്റ്റേ ഓപ്പൺ. മൗത്ത് ക്യാവിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. മനസ്സിലായില്ലേ? നോക്കൂ, സൗണ്ട്സ്, വായു വളരെ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നോക്കൂ, അങ്ങനെയുള്ള ശബ്ദങ്ങളാണ് വവൽസ് എന്ന് പറയുന്നത്, മലയാളത്തിൽ സുരക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ടേക്ക് ദി വവൽ സൗണ്ട്സ് വൺ ബൈ വൺ. ദി ഫസ്റ്റ് സൗണ്ട് ഈസ് ആക്ച്വലി ഈ, ബട്ട് ഞാൻ ചെറുതായിട്ട് തിരിച്ചിരിക്കുക, മലയാളവുമായിട്ട് ബന്ധപ്പെടുത്തി. ആദ്യ ശബ്ദം ഞാൻ ഈ ആക്കിയിരിക്കുകയാണ്. ഈ ഷോർട്ടി. സാധാരണ സൗണ്ട് എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്ലാൻഡ് ബ്രാക്കറ്റ്സ് രണ്ടെണ്ണം ഇടുന്നുണ്ട്. ഇനി നോക്കൂ, ശബ്ദം ലോങ് ആണെങ്കിൽ, സൗണ്ട് ഈസ് ലോങ്, വി പുട്ട് 2 dots ഹിയർ ആഫ്റ്റർ ദി സിമ്പൽ. ഇവിടെ ഇങ്ങനെ 2 dots ഇടും. അതിന്റെ അർത്ഥം ഇത് ലോങ് ആണെന്നാണ്. ഈ ഇത് ഷോർട്ട് ആണ്, ഇത് ലോങ് ആണ്. സോ ഫസ്റ്റ് സൗണ്ട് ഈസ് ഇ. നോക്കൂ, ഉച്ചരിച്ച് നോക്കൂ, ഇ ഇ ഇ സി. എന്തൊക്കെ വാക്കുകൾ നമുക്ക് സാധാരണ ഉദാഹരണത്തിന് രണ്ടെണ്ണം എടുക്കാൻ നോക്കാം. സിറ്റ്, ബിറ്റ്, ഹിറ്റ്, ഫിറ്റ്. ഇതുപോലുള്ള ശബ്ദങ്ങളിലെല്ലാം നമുക്ക് ഈ കാണാം. ആദ്യ ശബ്ദം സ് ആണ്, ഇതൊരു കൺസണന്റ് ആണ്. ഇതാണ് ഈ ശബ്ദം. നോക്കൂ, ഇത് ശബ്ദം. ഇനി നമ്മളിത് മാറ്റുമ്പോൾ, സ്ക്രിപ്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് എഴുതുന്നത്. ദിസ് ഈസ് എന്ന ശബ്ദം, ദിസ് ഈസ് ഈ ശബ്ദം, ദിസ് ഈസ് നോക്കൂ, അപ്പോൾ സിറ്റ്. ഇതിൽ ബിറ്റ്, ഹിറ്റ്, ഫിറ്റ്. അടുത്ത സൗണ്ട് ഈ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ. ദ സെക്കൻഡ് സൗണ്ട് ഇസ് ഈ. ഈക്ക് തൊട്ട് താഴെയാണ് ഈ. ആദ്യ യഥാർത്ഥത്തിൽ വരേണ്ട ശബ്ദം ഈ ആണ്. ഒരു വവൽ ഡയഗ്രം വെച്ചിട്ടൊക്കെ നോക്കിയാൽ നമുക്ക് മുകളിലാണ് വരുന്നത്. ഇത് രണ്ടാമത് ഞാൻ മലയാളത്തിലെ ഈ ആ എന്നുള്ളതിന്റെ ഒരു റിഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഈ. ഉദാഹരണത്തിന് നോക്കൂ, SEAT, സീറ്റ്, ഹീറ്റ്, ബീറ്റ്. ഇതുപോലുള്ള വാക്കുകളിലെല്ലാം നമുക്ക് ഈ ഇടയ്ക്കുള്ള ശബ്ദം ഈ ആണ്.
ആദ്യ ശബ്ദം ഈറ്റ്, സീറ്റ്, സീറ്റ്, സൗണ്ട്, സീറ്റ്. അതിലൂടെ ഹീറ്റ്, ഇതിനുള്ളിൽ ബീറ്റ്. അപ്പൊ ഇതാണ് ഈ ശബ്ദങ്ങൾ, സീറ്റ്, ഹീറ്റ്, ബീറ്റ്. The next sound is A. A. It is pronounced as A. A. Bet. 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 എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. Pen. 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 R-E-D. Red. 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 Bet. Pen. Red. ഇതിനുള്ളിലുള്ള ഈ രണ്ട് ശബ്ദത്തിനും രണ്ട് കോൺസണൻസിനും ഇടയ്ക്കുള്ള ശബ്ദമാണ് എ. ഇതാ ഇവിടെ എ വന്നു, ഇവിടെ എ വന്നു. ഇതാണ് എ സൗണ്ട്. എ. The next sound is A. A. hat, fat, mat. ഇതിലെല്ലാം A എന്ന ശബ്ദമുണ്ട്. A. ഇതാണ് ഇതിന്റെ സിമ്പിൾ. നിങ്ങൾ ഉദാഹരണത്തിന് hat. ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. hat. ഇടയ്ക്കുള്ള ശബ്ദമാണ് A. A ശബ്ദം. fat, cat, mat. ഇതിലുള്ള എല്ലാ ശബ്ദങ്ങൾക്കകത്തും A എന്ന ശബ്ദമുണ്ട്. A. apple, apple, A sound. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. A. The next sound is it's A. 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 Cup, but, cut, mud. ഇതുവല്ലോ ക ഇങ്ങനെ എഴുതുക. This is k sound. This is A. This is p sound. അപ്പോൾ മൂന്നും കൂടെ ചേരുമ്പോൾ കപ്പ്, കപ്പ്. കണ്ടോ? ഈ ആ എന്ന് പറയുന്ന ശബ്ദം ഒരു വോവൽ സൗണ്ട് ആണ്. നമുക്ക് തീർച്ചയായിട്ടും അത് ഓരോ വീടിന്റെയും ഹാർട്ട് ബീറ്റ് ആണെന്ന് പറയാം. അത് തീർച്ചയായിട്ടും ഒരു വോവൽ എന്ന് പറയുന്നത് ഒരു സിലബിളിൽ ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമാണ്, അല്ലെ? നോക്കൂ, കപ്പ്, ബട്ട്. ഇതുപോലെ തന്നെ ബട്ട്, കട്ട്. ഇങ്ങനെ നോക്കൂ, നമ്മൾ കോൺസണൻസ് പഠിക്കാത്തത് കൊണ്ട് ആ സിമ്പലുകൾ നമുക്ക് എല്ലാം പരിചയം വരില്ല. പക്ഷെ മിക്കതും അക്ഷരങ്ങൾ പോലെ തന്നെയാണ്. ഇനി അടുത്ത ശബ്ദം ഇതിന്റെ ലോങ് ആണ്. ആയുടെ ലോങ് ആണ്. അതായത് ഇങ്ങനെയാണ്. ആ ആ ഓ ബാ കാ. ഉച്ചരിച്ച് നോക്കൂ. ബ ബാ ഖ ഖ ഖ ഖ ഖ ജ. ഇതാണ് കോൺസണന്റ് സൗണ്ട്. ജ. ഇറ സൗണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ജ, ഖ, then സ്റ്റാ, ഫ. ഇതുപോലെയൊക്കെ ഉള്ള വാക്കുകളിലുള്ള സൗണ്ടാണ് ആ. ലോങ് സൗണ്ടാണ്. ഇവിടെ എല്ലാം ഈ സ്ലാൻഡ് ബ്രേക്കറ്റ്സ് ഉണ്ടെന്ന് കരുതിക്കൊള്ളണം. ഇനി അടുത്ത ശബ്ദം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഇടുന്ന ശബ്ദമാണ്. ദിസ് ഇസ് ഓ. ഓ ഓ. നോക്കൂ, പോട്ട്, കോട്ട്, ഹോട്ട്. ഇതുള്ള വാക്കുകൾ വെച്ച് നമുക്ക് പോട്ട്, കോട്ട്, ഹോട്ട്. ഇതിലെല്ലാം ഓ സൗണ്ട് വന്നിട്ടുള്ളത്. ഇതാ ഈ ശബ്ദം വന്നിട്ടുള്ളത്. പോട്ട്, കോട്ട്, ഹോട്ട്. ഇനി ഓ ശബ്ദമാണ്. അതാ ഇങ്ങനെ എഴുതുന്നത്. ഇതിന്റെ ലോങ് ആണ്. ഇതാ ഈ ഡോട്ട്സ് കണ്ടല്ലോ. ലോങ് സൗണ്ട്. ഓ ഓ. നോക്കൂ, ഡി ഒ ഒ ആ. ഇത് എഴുതുന്നത് ഡ ഇങ്ങനെ. ഇത് ഉച്ചരിക്കാറില്ല. ഡു, ഡു. അടുത്തത് ഈ വാക്കാണ്. ഇത് ഉച്ചരിക്കുന്നത് ബാർ എന്നല്ല. ഇത് ഉച്ചരിക്കുന്നത് ഇത് വ ശബ്ദമാണ്. നമ്മളത് പഠിച്ചില്ല, പഠിക്കും. ഉച്ചാരണം നോക്ക്, ഡിഫറെന്റ് ആണ്. വാർ എന്ന് പറയുന്നതാണ് വോ. സൈലന്റ് ആണ്. വോ വോ ഉണ്ട്. വോ. അതുപോലെ MORE, മോ, മോ. ഡോ, വോ, മോ ഉണ്ടല്ലോ. നമുക്ക് ഇതിനുള്ള ശബ്ദങ്ങളാണ് ഓ സൗണ്ട്. നമുക്ക് ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകൾ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം.
ഇനി അടുത്ത ശബ്ദം എന്ന് പറയുന്നത് നോക്കൂ, ദിസ് ഇസ് കോൾഡ് ഉ. ഉ ശബ്ദമാണ്. ഉ. ഉദാഹരണങ്ങളു ബുക്ക്, കുക്ക്. ബുക്ക് എഴുതുമ്പോൾ ബ സൗണ്ട്, അടുത്തത് ഉ, ദെൻ ഖ. അപ്പോൾ മൂന്നും കൂടെ ചേരുമ്പോൾ ബുക്ക് എന്ന സൗണ്ട് ആവും. ബുക്ക്, ടുക്ക്. ബുക്ക്, കുക്ക്, ടുക്ക്, ഇതിലെല്ലാം ഉള്ള ശബ്ദമാണ് ഉ. ഉ സൗണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലോങ്, ഇറ്റ് ഇസ് ഷോർട്ട്. ദി നെക്സ്റ്റ് സൗണ്ട് ഇസ് ഊ. അതിങ്ങനെയാണ് എഴുതുന്നത്. ഊ, ഊ, ഊ. ദെൻ ഊ ചേർത്തുള്ള ശബ്ദങ്ങൾ ഏതൊക്കെ അറിയാം നമുക്ക്? ഊ, ഗൂസ്, G-O-O-S-E, goose. This is g. Goose, goose. It's goose, goose. Then fool, F-O-O-L. Then tool, T-O-O-L. Then stool. അപ്പോൾ ഇതുപോലുള്ള ശബ്ദങ്ങളാണ് ഊവിൽ വരുന്നത്. The next sound is a sound. നമുക്കിതൊരു സെൻട്രൽ വവലാണ്. നമുക്ക് നാവിന്റെ മധ്യഭാഗമാണ് ശകലം എന്ന് വരുന്നത്. അതെന്ന് പറയുന്ന ശബ്ദത്തെ നമ്മൾ ശ്വ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ശ്വാസം. നമുക്ക് ദിസ് ഇസ് ദി വീക്കസ്റ്റ് സൗണ്ട് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ഏറ്റവും വീക്കായ ശബ്ദമാണ്. ഇതൊരിക്കലും സ്ട്രെസ് ചെയ്യപ്പെടില്ല ഈ സൗണ്ട്. അപ്പോൾ ഈ പേര് കൂടെ പഠിച്ചോളുക, ശ്വ, ശ്വ സൗണ്ട്. അപ്പൊ ഇംഗ്ലീഷിലെ ഒരു ശ്വ സൗണ്ട് എന്നറിയപ്പെടുന്നത് ആണ്. നോക്കൂ എന്തൊക്കെ എഴുതാം നമുക്ക്. നോക്കൂ, ആദ്യത്തെ വാക്ക് about. ഇതൊരു ഡിഫ്തോങ് ആണ്. ഔട്ട് ഉച്ചരിക്കൂ. about, about, about. Then next is this is above, above. അതർത്ഥം ഏതാണ് വാക്ക്? നമ്മൾ above എന്നൊക്കെ ഉച്ചരിക്കുന്ന ശബ്ദം above, 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 about, about. Then നോക്കൂ, above, about. Then alike, like. ആദ്യ ശബ്ദം alike, about, alike, aside, aside. Then ഈ ശബ്ദങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, എന്ന ശബ്ദമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇറ്റ്സ് ലോങ് സൗണ്ട്. ഇതിന്റെ ലോങ് സൗണ്ട് ആണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന പദങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഗേൾ ആണ് ഇത് എഴുതുന്നത്. ഇത് ഗ സൗണ്ട്. ദെൻ അടുത്തത് ഈ അടയാളമാണ്. ഗേൾ, ഗേൾ, ഗേൾ. HER. നമ്മൾ ഹെർ എന്നായിരിക്കും വെച്ചിരിക്കുക. അതിന്റെ ഉച്ചാരണം സൈലന്റ് ആണ്. Then fur, F-U-R, fur, sir, sir, sir. Per, P-U-R-R, per, B-L-U-R-R, blur. അപ്പോൾ ഈ ശബ്ദങ്ങൾ ഗ, ഹ, ഫ, ബ്ലർ, ഇതിലെല്ലാം ഈ സൗണ്ട് ഉണ്ട്. നോക്കൂ, എന്ന സൗണ്ട്. സോ ഇ, എ, അ, ഒ, ഉ, ഇത്രയും സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലെ പ്യൂർ വവൽ സൗണ്ട്സ്. മനസ്സിലായല്ലോ. നോക്കൂ, ഡിഫ്തോങ്സിന് അടുത്ത് ഞങ്ങൾ ഇടുന്ന വീഡിയോ നോക്കുക. ഡിഫ്തോങ്സ്, സൗണ്ട്സ്, സിംബൽസ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഒരുപാട് ഇംപ്രൂവ്ഡ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇറ്റ് വിൽ ബിക്കം മോർ ഇന്റലിജിബിൾ ടു എവ്രിബഡി. എല്ലാവർക്കും അത് ഇന്റലിജിബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സോ found it useful, don't forget to subscribe, like, comment and share.